ഒരു പ്രശസ്തമായ മ്യൂസിയത്തിൽ നിന്നും വില കൂടിയ ഒരു സ്വർണ്ണ വാച്ച് മോഷണം പോകുന്നു. ഡിറ്റക്റ്റീവ് മെഹുലിനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ 3 പേരുണ്ടായിരുന്നു. ഒരു ടൂറിസ്റ്റ്, ഒരു ക്ലീനർ, പിന്നെ ഒരു ഗാർഡും. മെഹുൽ 3 പേരെയും ചോദ്യം ചെയ്യുന്നു. ഞാൻ പെയിന്റിങ്ങുകൾ നോക്കുകയായിരുന്നു. വേറൊന്നും തന്നെ എനിക്കറിയില്ല. ഞാൻ ഫ്ലോർ വൃത്തിയാക്കിയായിരുന്നു. എന്റെ മുഴുവൻ ശ്രദ്ധയും ജോലിയിൽ മാത്രമായിരുന്നു. ഞാൻ കോറിഡോറിൽ പെട്രോളിംഗ് ചെയ്യുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. ഡിറ്റക്റ്റീവ് മെഹുൽ 3 പേരെയും സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് വേഗം തന്നെ കള്ളനെയും പിടിച്ചു. ഈ സീൻ ശ്രദ്ധിച്ചു നോക്കി ആരാണ് കള്ളനെന്ന് പറയുവാൻ സാധിക്കുമോ? നിങ്ങൾ ക്ലീനറെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവന്റെ പോക്കറ്റിൽ സ്വർണ്ണ വാച്ച് കിടക്കുന്നത് കാണാം. ഫ്ലോർ വൃത്തിയാക്കുന്നതിനിടയിൽ അവൻ ആ വാച്ച് മോഷ്ടിച്ചു, എന്നിട്ട് അവന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. ക്ലീനറാണ് കള്ളൻ. മെഹുൽ അവനെ പിടികൂടുന്നു. വരൂ, നമുക്കിനി അടുത്ത റെഡിലേക്ക് പോകാം. നല്ല തണുപ്പുള്ള രാത്രിയിൽ ഒരു ജുവലറി ഷോപ്പിന്റെ ജനൽ ചില്ല് പൊട്ടുന്നു. വില കൂടിയ ഒരു മാലയും മോഷണം പോകുന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ 3 സസ്പെക്ടുകളെയും ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. ഞാൻ ജുവലറിയുടെ അകത്തായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ പുറത്തുനിന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞ് ഇതിന്റെ ജനൽച്ചില്ല് പൊട്ടിക്കുകയായിരുന്നു. ഞാൻ പുറത്തുകൂടി നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അകത്തു നിന്നും ആരോ ഒരു കല്ലെടുത്തെറിഞ്ഞ് ജനൽ പൊട്ടിച്ചതിന് ശേഷം ഓടിപ്പോകുന്നത് കണ്ടു. ഞാൻ ഉറങ്ങുകയായിരുന്നു. ആ സമയം എനിക്കൊന്നും കേൾക്കുവാനേ കഴിഞ്ഞില്ല. ഡിറ്റക്റ്റീവ് മെഹുൽ പൊട്ടിക്കിടക്കുന്ന ജനൽ ചില്ലുകൾ പരിശോധിച്ചു. അപ്പോൾ തന്നെ യഥാർത്ഥ കള്ളനെയും പിടികൂടി. ഇയാളാണ് കള്ളനെന്ന് മെഹുലിന് എങ്ങനെയാണ് മനസ്സിലായത്? എന്താ നിങ്ങൾക്കറിയാമോ? ലോജിക്കൽ ആർമി, ശ്രദ്ധിച്ചു കേൾക്ക്. കല്ല് പുറത്തു നിന്നാണ് എറിഞ്ഞിരുന്നതെങ്കിൽ ജനൽ ചില്ലുകൾ തീർച്ചയായും ജ്വല്ലറിയുടെ അകത്ത് തന്നെ വീണിരിക്കും. എന്നാൽ ഇവിടെ ജനൽ ചില്ലുകൾ പുറത്താണ് കിടക്കുന്നത്. അതിനർത്ഥം ജനൽ ചില്ല് അകത്തു നിന്ന് തന്നെയാണ് തകർത്തിരിക്കുന്നത്. ഇയാൾ തന്റെ മോഷണം പിടിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി അകത്തു നിന്നും ചില്ല് പൊട്ടിച്ചിരിക്കുകയാണ്. മെഹുൽ അവനെ പിടികൂടുന്നു. വരും, നമുക്കിനി അടുത്ത കേസ് തെളിയിക്കാം. ഡിറ്റക്റ്റീവ് മെഹുലും ഡോക്ടർ സഞ്ജനയും ഒരു അടഞ്ഞു കിടക്കുന്ന മുറിയിൽ പരിശോധന നടത്തുകയായിരുന്നു. അവിടെ ഒരു മോഷണം നടന്നിരുന്നു. മുറിയിൽ CCTV ഇല്ലായിരുന്നു. ടേബിളിൽ ഒരു പഴയ ടേബിൾ ലാമ്പ് വെച്ചിട്ടുണ്ട്. അത് കത്തിക്കിടപ്പുണ്ട്. അതിന്റെ അടുത്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളവും നിറച്ചു വെച്ചിട്ടുണ്ട്. മെഹുലിന് മേശപ്പുറത്തു നിന്നും ഒരു വെളുത്ത കടലാസ് കിട്ടുന്നു. മെഹുൽ സർ, അതിലൊന്നുമില്ല, പേപ്പറിൽ ഒന്നും എഴുതിയിട്ടില്ല. മെഹുൽ ചിരിക്കുന്നു. എന്നിട്ട് ഗ്ലാസിനെ ടേബിൾ ലാമ്പിന്റെ അടുത്തേക്ക് നിരക്കി വെക്കുന്നു. ഉടൻ തന്നെ ആ പേപ്പറിൽ ഒരു കോഡ് തെളിഞ്ഞു വരുന്നു. മെഹുൽ ആ ഗ്ലാസിനെ ലാമ്പിന്റെ അടുത്തേക്ക് നീക്കി വെച്ചത് എന്തിനാണെന്നും ആ പേപ്പറിൽ കോഡ് തെളിഞ്ഞു വന്നത് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? ലോജിക്ക് വളരെ സിമ്പിൾ ആണ്. ഗ്ലാസിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊരു മാഗ്നിഫയിങ് ലെൻസ് പോലെ പ്രവർത്തിക്കുന്നു. ലാമ്പിന്റെ ശക്തമായ വെളിച്ചം ആ ഗ്ലാസിൽ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ആ വെളിച്ചം പേപ്പറിൽ വീണപ്പോൾ ഇൻവിസിബിൾ ഇങ്ക് കൊണ്ട് എഴുതിയിരുന്ന കോഡ് തെളിഞ്ഞു കാണുവാൻ സാധിച്ചു. ലൈറ്റിന്റെയും ഫിസിക്സിന്റെയും ഈ കളിയിലൂടെ കള്ളന്റെ രഹസ്യം കണ്ടുപിടിക്കുവാൻ സാധിച്ചു. വരും, നമുക്കിനി അടുത്ത കേസ് തെളിയിക്കാം. ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ വലിയൊരു കേസ് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓഫീസ് ക്യാബിനിലേക്ക് ഡിറ്റക്റ്റീവ് മെഹുൽ എത്തുന്നു. ക്യാബിനിൽ AC ഫുൾ സ്പീഡിൽ ഇട്ടിരിക്കുകയായിരുന്നു. മേശപ്പുറത്ത് ഒരു കോഫി മഗും ഇരിപ്പുണ്ടായിരുന്നു. മാനേജറെ എപ്പോഴാണ് അവസാനമായി കണ്ടതെന്ന് മെഹുൽ ഓഫീസിലെ പിയൂണിനോട് ചോദിക്കുന്നു. സർ, ഞാൻ 1 മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിന് ഈ കോഫി കൊണ്ടുകൊടുത്തത്. എന്നിട്ട് ഞാൻ വെളിയിലേക്ക് പോയി. അതിനുശേഷം അദ്ദേഹം ക്യാബിനിൽ ഒറ്റയ്ക്കായിരുന്നു. മെഹുൽ ആ കോഫി മഗിൽ ഒന്ന് തൊട്ടു നോക്കി. അപ്പോൾ തന്നെ പിയൂൺ കള്ളം പറയുകയാണെന്ന് മെഹുലിന് മനസ്സിലായി. എങ്ങനെയാണെന്ന് പിടികിട്ടിയോ? ലോജിക്ക് വളരെ സിമ്പിൾ ആണ്. ക്യാബിനിലെ AC ഫുൾ സ്പീഡിൽ ഇട്ടിരിക്കുകയാണ്. പിയൂൺ പറഞ്ഞതുപോലെ ആ കോഫി 1 മണിക്കൂർ മുമ്പാണ് അവിടെ കൊണ്ടുവച്ചതെങ്കിൽ ആ കാപ്പി തണുത്തു പോയേനെ. മഗ്ഗിൽ നിന്ന് ആവി ഉയരുമ്പോൾ തന്നെ ആ കാപ്പി ഇപ്പോൾ കൊണ്ടുവച്ചതാണെന്ന് മനസ്സിലാക്കാം. ആ പിയൂൺ കള്ളം പറയുകയാണ്. അവൻ എന്തോ ഒളിപ്പിക്കുകയാണ്. മെഹുൽ അവനെ പിടികൂടുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. പുറത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇടിമിന്നലും ഉണ്ടായിരുന്നു. കാറ്റിന്റെ ശബ്ദം മാൻഷന്റെ ജനലുകളിൽ വന്ന് അടിക്കുന്നുണ്ടായിരുന്നു. മാൻഷനുള്ളിൽ ഒരു ചെറിയ പ്രൈവറ്റ് പാർട്ടി നടക്കുകയായിരുന്നു. മാൻഷൻ മുഴുവനും വെളിച്ചത്താൽ തിളങ്ങുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു വലിയ സ്ഫോടനം ഉണ്ടായത്. മാളികയിലെ ബാറ്ററികളെല്ലാം നിലച്ചു. കുറച്ചു നിമിഷത്തേക്ക് ഇരുട്ടും പടർന്നു. എമർജൻസി ലൈറ്റ് ഓണായപ്പോൾ ഓണറുടെ വിലപിടിപ്പുള്ള ഗോൾഡ് കോയിൻ കളക്ഷൻ മോഷ്ടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. ഡിറ്റക്റ്റീവ് മെഹുലും ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ വാതിലടച്ച് 3 അതിഥികളെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്തു. പുറത്ത് മഴയാണ്. ആർക്കും ഇവിടെ നിന്ന് പുറത്തു പോകുവാൻ കഴിയില്ല. സത്യം പറയുന്നതാ നിങ്ങൾക്ക് നല്ലത്. പറയൂ, കറണ്ട് പോയപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? എന്ത് ചെയ്യുകയായിരുന്നു? മെഹുൽ സർ, ഞാൻ ലോഞ്ചിലിരുന്ന് എന്റെ പുതിയ ബുക്ക് വായിക്കുകയായിരുന്നു. കറണ്ട് പോയപ്പോൾ എനിക്കൊന്നും കാണാതിരുന്നതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഞാൻ ബാൽക്കണിയിലായിരുന്നു. ഞാൻ അവിടെ ടെലസ്കോപ്പിലൂടെ രാത്രിയിൽ ആകാശത്തെയും നക്ഷത്രങ്ങളെയും നിരീക്ഷിക്കുകയായിരുന്നു. ഞാൻ പിയാനോ വായിക്കാൻ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. കറണ്ട് പോയപ്പോൾ കീബോർഡിലെ കീകൾ കാണാൻ കഴിയാതിരുന്നതിനാൽ ഞാൻ നിർത്തി. മെഹുൽ 3 പേരുടെയും വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. ആരാണ് കള്ളനെന്നും ആരാണ് കള്ളം പറയുന്നതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. എന്താ, നിങ്ങൾക്ക് മനസ്സിലായോ?
മിസ്റ്റർ ഗുപ്ത പറഞ്ഞത് അയാൾ മഴ പെയ്യുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് ടെലസ്കോപ്പിലൂടെ നക്ഷത്രങ്ങളെ നോക്കുകയായിരുന്നുവെന്നാണ്. അത് അസാധ്യമാണ്. കാരണം പുറത്ത് ഇത്ര കനത്ത മഴ പെയ്യുമ്പോൾ ആകാശം മുഴുവനും മേഘങ്ങൾ കൊണ്ട് മൂടിയിരിക്കും. അതിനാൽ ടെലസ്കോപ്പിലൂടെ നക്ഷത്രങ്ങളെ കാണുവാൻ കഴിയില്ല. തന്റെ മോഷണം മറയ്ക്കുവാൻ അദ്ദേഹം ഒരു കള്ളക്കഥ ഉണ്ടാക്കുകയായിരുന്നു. മെഹുൽ അയാളെ കൈയോടെ പിടികൂടും. വരും, നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. രാത്രി സമയമായിരുന്നു. മാൻഷനിലെ ലൈറ്റ് പോയി. ലൈറ്റ് തിരികെ വന്നപ്പോൾ മിസ്റ്റർ ഖന്ന തന്റെ കസേരയിൽ ബോധരഹിതനായി കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഡെസ്കിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന ഫയൽ കാണാതാവുകയും ചെയ്തു. ഡിറ്റക്റ്റീവ് മെഹുൽ അവിടെ ഉണ്ടായിരുന്ന 3 പേരെയും ചോദ്യം ചെയ്തു. കറണ്ട് പോയ സമയത്ത് നിങ്ങൾ എല്ലാവരും എവിടെയായിരുന്നു? സർ, ഞാൻ മെയിൻ ഡോറിന് സമീപം നിൽക്കുകയായിരുന്നു. കറണ്ട് പോയ ഉടനെ ഞാൻ എന്റെ ടോർച്ച് എടുക്കാൻ പോയി. പക്ഷെ എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. സർ, ഞാൻ കിച്ചണിൽ കാൻഡിൽ തിരയുകയായിരുന്നു. ഞാൻ അവിടെ തികച്ചും ഒറ്റയ്ക്കായിരുന്നു. സർ, ഞാൻ സ്റ്റഡി റൂമിന് തൊട്ടടുത്തുള്ള കോറിഡോറിലായിരുന്നു. ഞാൻ ഫയൽ എടുക്കാൻ അകത്തേക്ക് വരികയായിരുന്നു. എന്നാൽ ലൈറ്റ് പോയ ഉടനെ ഇരുട്ടായതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. മെഹുൽ 3 പേരെയും നോക്കി ഫയൽ മോഷ്ടിച്ചത് ആരാണെന്ന് ഉടൻ തന്നെ മനസ്സിലാക്കുകയും ചെയ്തു. എന്താ, നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കൂ. രാഹുൽ, ഫയൽ നീയാ മോഷ്ടിച്ചത്. നീ കള്ളം പറയുകയാണ്. ലൈറ്റ് പോയപ്പോൾ ഇരുട്ടായതുകൊണ്ട് കോറിഡോറിൽ തന്നെ നിന്നുവെന്നാണ് രാഹുൽ പറഞ്ഞത്. എന്നാൽ അവന്റെ കയ്യിലായ മഷി അവൻ കള്ളം പറയുകയാണെന്ന് തെളിയിക്കുന്നു. ഇരുട്ടായതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന ഇങ്ക് പോട്ടിൽ അവന്റെ കൈ തട്ടി. അതിലൂടെ മഷി താഴേക്ക് വീഴുകയും അവന്റെ കയ്യിലും വസ്ത്രങ്ങളിലും മഷി പുരളുകയും ചെയ്തു. മെഹുൽ ഉടനെ തന്നെ അവനെ പിടികൂടുന്നു. വരൂ, നമുക്കിനി അടുത്ത റെഡിലേക്ക് പോകാം. ഈ ചിത്രം ശ്രദ്ധാപൂർവം കണ്ട് മേഹുൽ ആരെ രക്ഷിക്കും എന്ന് പറയുക. നിങ്ങളുടെ ഉത്തരം കമന്റിൽ നൽകുക.